ഇന്ന് ഞങ്ങളുടെ റെസിപ്പി കാക്കരക്കായ് കൂട്ടാൻ. കുറുമയല്ലടി, പാലില്ല, അതുകൊണ്ട് కాకరకాయ కూర. కాకరకాయ ముందు నూనెలో వేపాల. కాకరకాయ ముందు എണ്ണയിൽ നന്നായിട്ട് വരട്ടണം. അത് കഴിഞ്ഞിട്ട് താളിമ്പായിട്ട് ആവാല്, ജീലക്കറ, അത് കഴിഞ്ഞിട്ട് ഉള്ളിപ്പായ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്താൽ നല്ലതാണ്. ഞങ്ങൾ സീനിയർ സിറ്റിസന്മാരാണ്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പണി യൂട്യൂബ് തുടങ്ങി. അതിന് వేండి నిങ്ങളొന്നും విచారికరుదు. మీరేం అనుకోవద్దు. ఇది తెలుగులో కూడా చెప్తున్నందుకు తెలుగు వాళ్ళు, కేరళ వాళ్ళు చూస్తారని నా ఉద్దేశం. ఇది మా కేరళ అంటిపండు పసుపు వేసింది. మా పక్కన కేరళ అంటిపండ్లు పెద్ద పెద్ద ఉంటాయి. കേരളത്തിലത്തെ പഴമാണ്. ആ പഴം ഒന്ന് പൊക്കിക്കണം. ആ പഴം വലിയ പഴം. ഇത് വലിയ പഴമാണ്. നോക്കൂ, ഇത്ര വലിയ പഴമാണ്. ఇంత పెద్ద ఉంటుంది కేరళ అంటిపండు. ఒక పక్కన కాకరకాయ ఫ్రై నూనెలో ఫ్రై చేస్తుంది, ఒక పక్కన తాలింపు ఉంటే స్పీడ్గా చేయాలని. ఇంకేమైనా ఎల్లుల్లిపాయ, అల్లమా, ఎల్లుల్లిపాయ, అల్లం, ఇంజి, వెళుతుల్లి. ఇదంతా ఏదో ఒక పని చేయాలి, సోమరిపోతుగా ఉండకూడదని ఏదో పని మొదలెట్టాం. మీరు సీనియర్లు అందరూ మమ్మల్ని కొంచెం సపోర్ట్ చేయండి. సబ్స్క్రైబ్, లైక్, మెసేజ్ ఏమంటే పంపండి. నేను ആന്ധ്രയിലോ പുട്ടാനു. మా నాన్నగారు വടക്കാഞ്ചേരി, ഞങ്ങളുടെ നാട്ടിൽ അപ്പച്ചൻ വടക്കാഞ്ചേരി പുത്തൂർ വീട്ടിലുകാരാ. എൻ്റെ അപ്പച്ചൻ ചെറുപ്പത്തിലെ ഇവിടെ വന്നു ആന്ധ്രയിൽ. അപ്പച്ചൻ 2ാം ക്ലാസ് വരെ പഠിച്ച് ഓടി വന്നു. ഞാൻ 8ാം ക്ലാസ് പഠിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനും ഓടി. കുറച്ച് നാളൊക്കെ പുറത്തൊക്കെ പോയി ഹോട്ടലിലൊക്കെ പണി ചെയ്ത് അവിടെയാണ് ദൈവത്തെ അറിഞ്ഞത്. നമ്മൾ പുറത്ത് പോയാലേ ദൈവത്തിനെ വീട്ടിലിരുന്ന് ഒന്നും അറിയത്തില്ല. ഇവിടെ സമയം പോകുമ്പോൾ ഓരോന്ന് പറയുവാൻ ഞാൻ. അതിൻ്റെ കൂടെ തക്കാളി ഇട്ടു. അപ്പച്ചൻ വടക്കാഞ്ചേരി പുത്തൂർ വീട്ടുകാരാണ്. അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്ന് ആന്ധ്രയിൽ വിശാഖപട്ടണം വിജയനഗരത്ത് കട വെച്ചു. ഞാനും 8ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അവിടെ നാം ഓടിയിട്ട് തുനി, രാജമന്ത്രി, കാക്കിനാടൊക്കെ കഞ്ചാവൊക്കെ അടിക്കുമായിരുന്നു. ദൈവത്തെ അപ്പോൾ വിശന്ന് കഴിഞ്ഞിട്ട് ഒരു മണിയാന്ന് പറഞ്ഞ ഒരാൾ, അറിയാത്ത ഒരാൾ എനിക്ക് ചോറ് തന്നു 2 മാസം. അതിന് സപ്പോർട്ട് ചെയ്ത് ഗീത കൂടെ ഉണ്ടാണ്. 2 പേരും കൂടി അവിടെ 2 മാസം നിന്ന് അവിടെ നിന്നാണ് ദൈവത്തെ അറിഞ്ഞത്. റോഡിൻ്റെ മുകളിൽ നിന്നിട്ട് വിളിച്ചു, ദൈവമേ ഒന്ന് സഹായിക്കണമേ, 1 മണിക്കെങ്കിലും ആഹാരം കിട്ടണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം ഒരു കടയിൽ കയറ്റിയപ്പോഴാണ് അവർ പണി തരാ, നീ എന്തെങ്കിലും തിന്നാൻ പറയും. 4 ഇഡ്ഡലി 1 ദോശ തന്നു. ഒരു മൂലയ്ക്കിരുന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോഴാണ് സമയം കണ്ടത്. ശരിക്കും 1 മണി, ശരിക്കും 1 മണി. അപ്പോഴാണ് ഞാനത് ഇത് ദൈവത്തിൻ്റെ ഒരു
വിളി കേൾക്കുന്ന ദൈവമാണ്. റോഡിൻ്റെ മുകളിൽ വിളിച്ചാലും കേൾക്കുന്നു. അങ്ങനെ രാജമണ്ഡലിലെ പുഷ്കർ ഘാട്ട് അവിടെയൊക്കെ പണി ചെയ്തു. പിന്നെ ദൈവം സഹായിച്ചിട്ട് ആ കഞ്ചാവ് മാറി കാറുകൊണ്ട്